ജനകീയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന ആശയമാണ് തനിക്കുള്ളതെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അഭിപ്രായമുള്ളവരാണ്. എനിക്ക് മാത്രമല്ല. കാരണം പണ്ട് ഇതുപോലൊരു കോലീതി ബന്ധത്തെക്കുറിച്ച് പരാതിക്ക് ഉയർന്ന സമയത്ത് എല്ലാവരും നിഷേധിച്ചിരുന്നെങ്കിലും കൂടി പിന്നീട് മാരാരുടെ ഓർമ്മ പുസ്തകത്തിലൊക്കെ അത് സ്വയം സമ്മതിച്ചല്ലോ. വടകരയിലും ഇവിടെ ബേപ്പൂരിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പാഴായിപ്പോയ പരീക്ഷണം എന്നാണ് ആ ഹെഡിങ് ആ പുസ്തകത്തിൽ. അപ്പോൾ പിന്നീട് അതെല്ലാവരും സമ്മതിച്ചൊരു കാര്യമായിരുന്നു, ഒരു അന്തർധാരയായിരുന്നു. ഇത്തവണ അതിനേക്കാൾ ബലവത്തായ തെളിവുകളാണ് ലഭിച്ചു വരുന്നത്. ഒന്ന്, ഇപ്പോൾ മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ സലാം അല്ലേ? അബ്ദുസലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്ന ആളാണ്. സാധാരണ VC രംഗത്തൊക്കെ ഒരാളെ വെക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചല്ലേ വെക്കുള്ളൂ, ഓൺ ചെയ്യട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആൾ എന്ന് പലതവണ പരാമർശിച്ചിട്ടുള്ളതും പരാമർശിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പലതവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. പൊന്നാനിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേടുന്നത്. എതിർച്ചേരിയിൽ നിന്ന് പോലും വലിയ തോതിൽ തനിക്ക് വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിയമോപദേശങ്ങൾ പഠിച്ചും വസ്തുതകൾ മനസ്സിലാക്കിയുമാണ് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. എന്നാൽ ആലോചിച്ച് പറയാമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലും അത് വോട്ടാക്കി മാറ്റുന്നതിലും സംശയമില്ല. പാർലമെന്റ് പൗരത്വ നിയമം ചർച്ച ചെയ്യുമ്പോൾ വേണ്ടത് ചെയ്യാതെ കോടതി കയറി ഇറങ്ങിയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. അണികളെ കബളിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. പൊന്നാനി മണ്ഡലം ഇത്തവണ മാറി ചിന്തിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്ത കുറേ പുതിയ വോട്ടുകൾ ഇത്തവണ തനിക്ക് ലഭിക്കും. അതും കൂടുതലും മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന് തർക്കമില്ല. പൊന്നാനിലെ ഇടതു സ്ഥാനാർത്ഥിയായ താൻ അപ്രസക്തനാണെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ വിമർശനത്തോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാത്തിരുന്ന് കാണുക. നേരത്തെയും ഇതുപോലെ അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പരാമർശങ്ങളെല്ലാം പിന്നീട് അവരെ നിരാശയാക്കുകയാണ് ചെയ്തത്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.